ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, സിറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കീസ് പദവി നൽകാൻ വത്തിക്കാൻ. മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഉടൻ എന്ന സൂചന. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാത്രിയാർക്കീസ് ആയേക്കും. മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് സെക്രട്ടറിയെയും മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു. മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമായി ഇത് മാറുകയാണോ? സുജയ, തീർച്ചയായും ഏറ്റവും സന്തോഷകരവും ഏറ്റവും നിർണായകവും എന്ന് പറയാൻ സാധിക്കും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം. സിറോ മലബാർ സഭയ്ക്ക് പാത്രിയർക്കി സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് സഭ വലിയ പദവിയിലേക്ക് അല്ലെങ്കിൽ വലിയ അംഗീകാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ വരിക. അതുമാത്രമല്ല, പൗരസ്ത്യ സഭകളുടെ തലവനായ പാത്രിയാർക്കീസ് സ്ഥാനത്തേക്ക് സിറോ മലബാർ സഭയിൽ നിന്ന് അതിലേക്ക് തന്നെ ആദ്യമായി എത്താൻ പോകുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. തീർച്ചയായും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. 15-ന് മാർപ്പാപ്പയുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തും. വത്തിക്കാനിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെയും ഒപ്പം തന്നെ സിനഡ് സെക്രട്ടറി മാർ ജോസഫ് പാംപ്ലാനിയെയും വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നത്. 15-ന് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ പൗരസ്ത്യ സഭകളുടെ തലവനായി സിറോ മലബാർ സഭയെ ഇത്തരത്തിൽ വലിയ പദവിയിൽ ഇരുന്നു കൊണ്ട് നയിക്കാൻ പാത്രിയർക്കീസ് പദവിയോടുകൂടി അദ്ദേഹം അവരോധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മാർ റാഫേൽ തട്ടിൽ അവരോധിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ വാർത്തയായി വരുന്നത്. അതുമാത്രമല്ല സുജയ, പാത്രിയർക്കീസ് പദവി ലഭിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ പദവി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു സഭയുടെ വംശത്തിന്റെ സമൂഹത്തിന്റെ പ്രധാന പിതാവായി മാറുകയാണ്. അത് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ആ സഭയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരം കൂടിയല്ലേ ലേബി? തീർച്ചയായും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരം തന്നെ എന്ന് പറയാൻ സാധിക്കും. ഇതുവരെ സിറോ മലബാർ സഭയ്ക്ക് ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം, അങ്കമാലി, തലശ്ശേരി എന്നീ 4 അതിരൂപതകൾക്കായി 4 ആർച്ച് ബിഷപ്പുമാരുണ്ട്. ഇതുവരെ ഇവർക്ക് മേലിൽ ഉണ്ടായിരുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയാണ്, അത് ഭരണ നിർവഹണ പദവിയാണ് അതുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ പാത്രിയർക്കീസ് പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണെങ്കിൽ അത് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മീയ പദവിയിലേക്ക് അദ്ദേഹം നേരിട്ട് ഉയർത്തപ്പെടുന്നു, ആത്മീയ പദവി ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും നിർണായകമായ സമയത്തിലൂടെ സഭ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലൂടെ സഭ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എല്ലായിടത്തും ഒരു കോംപ്രമൈസിംഗ്, എല്ലായിടത്തും ഒരു സമവായ ചർച്ചകൾക്ക് എക്കാലവും നേതൃത്വം നൽകാൻ പാടവമുള്ള, അതിനുള്ള ശേഷിയുള്ള ആൾ തന്നെയാണ്. അതായത് ഒരു സഭയുടെ വളർച്ച, നമ്മളിപ്പോൾ സഭാപിതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സഭയുടെ വളർച്ച പൂർണ്ണമാകുന്നത്, ആ സഭയുടെ സ്വയമുള്ള അധികാരം, സ്വത്വം അത് പൂർണ്ണമായി പ്രകാശിതമാകുന്നത് പാത്രിയർക്ക പദവിയിൽ എത്തുമ്പോഴാണ്. സഭാ പാരമ്പര്യത്തിൽ കാത്തോലിക്ക എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചാണ്. അപ്പോൾ പഥേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവെന്നാണ് അർത്ഥം, ആർക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമൻ. ഈ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നും ഉണ്ടായ പാത്രിയർക്ക പദവിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ സഭാധ്യക്ഷൻ എന്നതിനപ്പുറം സിറോ മലബാർ സഭ തന്നെ ആദരിക്കപ്പെടുകയല്ലേ ലേബി? തീർച്ചയായും സുജയ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കൃത്യം തന്നെയാണ്. സഭ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുകയാണ്, ആദരിക്കപ്പെടുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ ആത്മീയ പദവിയിലേക്ക്, പാത്രിയർക്ക പദവിയിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവിയിൽ നിന്ന് മാർ റാഫേൽ തട്ടിൽ ഉയർത്തപ്പെടുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ സഭാ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നത് മാത്രമല്ല, സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏത് വിഷയത്തിലും വത്തിക്കാനിൽ നിന്ന് അന്തിമ തീരുമാനം എടുക്കേണ്ടതായി വരാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പോപ്പ് നേരിട്ട് മാർപ്പാപ്പയുടെ തീരുമാനം വരാതെ ഇവിടെ നിന്ന് 1 ഇഞ്ച് ചലിക്കാൻ പറ്റുന്ന സാഹചര്യവുമില്ല. അതേസമയം ഇത്രത്തോളം വലിയ ഈ പറയുന്ന പോലെ ഭരണ നിർവഹണ പദവിക്കൊപ്പം തന്നെ ഇത്രയും വലിയ ഒരു ആത്മീയ പദവി കൂടി ലഭിക്കുകയാണെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സുഗമമായി നടത്താനും എല്ലാ കാര്യങ്ങളിൽ നേരിട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാനും മാർ റാഫേൽ തട്ടിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒപ്പം മാർ ജോസഫ് പാംപ്ലാനിക്ക് വത്തിക്കാനിലേക്കുള്ള ക്ഷണം, ആ പ്രഖ്യാപനത്തിനായുള്ള ക്ഷണമായി അത് മാറട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സിറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കീസ് പദവി നൽകാൻ വത്തിക്കാൻ തയ്യാറെടുക്കുന്നു. സന്തോഷമുള്ള വാർത്തയാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ കേൾക്കുന്ന വളരെ മനോഹരമായ ഒരു വാർത്ത തന്നെയാണത്.